എന്തുകൊണ്ടായിരിക്കും തന്റെ രണ്ട് മക്കളുടെ അമ്മയായിട്ട് പോലും ജയന്റവി ഭാര്യയെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്? വിവാഹമോചന വാർത്തയുടെ തുടക്കത്തിൽ എല്ലാവരും തന്നെ ജയന്റവിയെ എതിർത്തെങ്കിലും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇവരുടെ ജീവിതത്തിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? എന്നാൽ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ പകച്ച് പണ്ടാരമടങ്ങിയിരിക്കുകയാണ് ജയന്റവിയുടെ ആരാധകർ. സംഭവം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സമാനതകളില്ലാത്ത ഒഴിവാക്കലും അവഗണനയും ഒറ്റപ്പെടലുമൊക്കെയാണ് ജയന്റവി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ആരതിയുടെ അമിത നിയന്ത്രണമാണ് കാര്യങ്ങൾ ഇത്രത്തോളം എത്തിക്കാൻ കാരണം. ഒരു വീട്ടുജോലിക്കാരന് ലഭിക്കേണ്ട ബഹുമാനം പോലും തനിക്ക് ലഭിച്ചിരുന്നില്ല എന്ന് ജയന്റവി പറയുന്നു. കഴിഞ്ഞ 13 വർഷമായി ജയന്റവിക്ക് ഒറ്റയ്ക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല. ആരതിക്കൊപ്പം ജോയിന്റ് അക്കൗണ്ടാണ് ഉണ്ടായിരുന്നത്. ഞാൻ എവിടെ പോയി എന്ത് കഴിച്ചാലും മെസ്സേജ് അവൾക്ക് പോകും. ഒരു ഘട്ടത്തിനപ്പുറം അത് തനിക്ക് സഹിക്കാനായില്ല എന്നും ജയന്റവി പറയുന്നു. അതുപോലെ മറ്റൊരു കാര്യം, അവൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാം. ലക്ഷങ്ങളുടെ ബാഗ്, ചെരിപ്പ്, അങ്ങനെ പലതും. ഇതൊന്നും പോരാതെ താൻ വിദേശത്ത് പോകുമ്പോൾ കാർഡ് ഉപയോഗിച്ചാൽ ഉടൻ തന്നെ വിളിച്ച് ഇപ്പോൾ എന്തിനാണ് കാർഡ് ഉപയോഗിക്കുന്നത്, എന്താണ് കഴിക്കുന്നത് എന്നും ചോദിക്കും. ഇതൊന്നും പോരാതെ തന്റെ അസിസ്റ്റന്റിനെ വിളിച്ചും ഓരോന്ന് ചോദിക്കും. തന്നെ അത് നാണം കെടുത്തിയെന്നും ജയന്റവി പറയുന്നു. അതുകൂടാതെ ഒരു വലിയ സിനിമയുടെ ഭാഗമായതിന് ഒപ്പം പ്രവർത്തിച്ചവർക്ക് താൻ ട്രീറ്റ് കൊടുത്തിരുന്നു. ഞാൻ പേ ചെയ്യുന്നതിന് പിന്നാലെ അവൾ അസിസ്റ്റന്റിനെ വിളിക്കുകയും എന്തിനാണ് പണം ചെലവാക്കിയതെന്നും ആരൊക്കെ വന്നുവെന്നും ചോദിച്ചു. ഇതെല്ലാം തനിക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയെന്നും ജയന്റവി പറയുന്നു. ഇതൊന്നും പോരാതെ തന്റെ ഇൻസ്റ്റാ പാസ്വേഡ് പോലും തന്റെ കയ്യിൽ ഇല്ലായിരുന്നു. വാട്സപ്പ് ഉപയോഗിക്കുന്നതിന് പ്രശ്നമുണ്ടാക്കിയിരുന്നതിനാൽ 6 വർഷം വരെ താനത് ഉപയോഗിച്ചിരുന്നില്ല. ഇതൊന്നും പോരാതെ സിനിമാ സെറ്റിൽ അഭിനയിക്കുന്ന സമയത്ത് ബെഡ്റൂമിലുള്ള സമയത്ത് വീഡിയോ കോൾ ചെയ്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ഒടുവിൽ പ്രശ്നങ്ങൾ കാരണം ആ ഷൂട്ട് തന്നെ നിർത്തി പോരേണ്ടി വന്നു എന്നുള്ളതാണ്. ആരതിയുടെ അമ്മയ്ക്ക് വേണ്ടി സിനിമകൾ ചെയ്തിരുന്നു. എന്നാൽ ലാഭം കൊയ്ത സിനിമകൾ അത്രയും നഷ്ടമാണെന്ന് നുണ പറഞ്ഞു. കടുത്ത സമ്മർദ്ദം താങ്ങാനാകാതെയാണ് താൻ വീട് വിട്ടു പോയതെന്നും ജയന്റവി പറയുന്നു. അതുപോലെ തന്നെ ജയന്റവി ഭാര്യയുടെ നിയന്ത്രണത്തിലാണെന്ന് നടൻ വിക്രം വരെ തമാശ രൂപേണ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ വിക്രമും ജയന്റവിയും വിദേശത്ത് ഒരു പാർട്ടിക്ക് പോയി. പോക്കറ്റ് മണി എന്തെങ്കിലും ഉണ്ടോ എന്ന് വിക്രം ചോദിച്ചപ്പോൾ ജയന്റവി പറഞ്ഞത് ഇല്ല എന്നായിരുന്നു. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഭാര്യയുടെ കയ്യിൽ നിന്നും വാങ്ങാറാണ് പതിവെന്നും പറഞ്ഞു. ചിലപ്പോഴെല്ലാം ആവശ്യമുള്ള സമയത്തൊക്കെ ജയന്റവി പണം വാങ്ങിയിരുന്നത് അസിസ്റ്റന്റിന്റെ കയ്യിൽ നിന്നായിരുന്നു. ഈ ഒരു കാര്യമാണ് വിക്രം പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ വിക്രം പറഞ്ഞ വാക്കുകളിൽ കഴമ്പുണ്ടെന്ന് കാണിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വാർത്തകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യം പലപ്പോഴും സത്യമെന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തായിരിക്കും. സ്ത്രീയായാലും പുരുഷന്മാരായാലും ഒരേപോലെ തന്നെ പരിഗണന അർഹിക്കുന്നവരാണ്. താൻ ഓരോ നിമിഷവും സംശയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കാൻ ആർക്കായാലും മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ 4 ചുവരുകൾക്കുള്ളിൽ തീർക്കേണ്ട കുടുംബ പ്രശ്നങ്ങൾ പോലും ഇപ്പോൾ 40 രാജ്യങ്ങളിലേക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് എത്തുന്ന ഒരു അവസ്ഥയാണ്. പരമാവധി കുടുംബങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർക്കിടയിൽ തന്നെ തീർക്കാൻ ശ്രമിക്കുന്നതാണ് എല്ലാവരുടെയും സമാധാനപരമായ ജീവിതത്തിന് നല്ലത്.